വിവാദങ്ങൾ കത്തുന്ന പുതിയ സമരപന്തലിലാണ് പ്ലാച്ചിമട സമരത്തിന്റെ 9ാം വാർഷികം. രാഷ്ട്രീയ വൈരത്തിന്റെ തീപ്പുകയിൽ അടുത്തിടെ അത് കത്തിയമർന്നപ്പോൾ ലോകം കണ്ട ഏറ്റവും വലിയ ജനകീയ സമരത്തിന്റെ പെരുമയ്ക്കുകൂടിയാണ് മങ്ങലേറ്റത്. കൊക്കക്കോള വിരുദ്ധ സമിതി ചെയർമാൻ വിളയോടി വേണുഗോപാലിന് മർദ്ദനമേറ്റതിനെ തുടർന്നുണ്ടായ സംഭവങ്ങളാണ് പന്തലിന്റെ നാശത്തിൽ വരെ എത്തിയത്. ജനതാദളിനോടുള്ള എതിർപ്പിൽ വിളയോടി സിപിഎമ്മിന് വേണ്ടപ്പെട്ടവനായപ്പോൾ രാഷ്ട്രീയ വൈരം തീർക്കാൻ ജനതാദളും കച്ചകെട്ടിയിറങ്ങി. ഇതിനിടയിൽ നീതി നിഷേധിക്കപ്പെട്ടത് പ്രദേശവാസികൾക്കാണ്. 200 കോടി രൂപ നഷ്ടപരിഹാരമായി നൽകണമെന്ന് അഡീഷണൽ ചീഫ് സെക്രട്ടറി കെ ജയകുമാർ അധ്യക്ഷനായ സമിതി സർക്കാരിനോട് ശുപാർശ ചെയ്തെങ്കിലും ഇതുവരെ തുടർ നടപടിയുണ്ടായില്ല. സ്വന്തം കിണറ്റിലെ വെള്ളം പോലും മലിനമായപ്പോഴാണ് 2002 ഏപ്രിൽ 22-ന് പ്ലാച്ചിമടക്കാർ കൊക്കക്കോള എന്ന ആഗോള കമ്പനിക്കെതിരെ സമരം തുടങ്ങിയത്. മേധാ പട്കർ ഉൾപ്പെടെയുള്ള ദേശീയ നേതാക്കളുടെ പിന്തുണ കൂടിയായതോടെ സമരം ലോകശ്രദ്ധയാകർഷിച്ചു. പക്ഷേ നേതൃത്വത്തിലുണ്ടായ അസ്വാരസ്യങ്ങളും മൈലമ്മയുടെ മരണത്തെ തുടർന്നുള്ള തർക്കങ്ങളും സമരത്തിന് കളങ്കം വീഴ്ത്തി. 2004-ൽ പെരുമാട്ടി പഞ്ചായത്ത് കമ്പനിയുടെ ലൈസൻസ് റദ്ദു ചെയ്യുകയും കമ്പനി ഉൽപാദനം നിർത്തുകയും ചെയ്തെങ്കിലും കമ്പനിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ഇപ്പോഴും നടപ്പായിട്ടില്ല.